രണഭൂമി വരണമോരോ ഇന്ത്യനും, സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും. മരണമല്ല ജീവനായി ഉണരണം മമ സഹചരെ, കാലമെത്ര ഉണ്ടുറങ്ങി ഞങ്ങളീ മണ്ണിലായി. മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ, മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ. വലയെറിഞ്ഞു നേടിയ മൂല്യമുള്ള മണ്ണിലായി, വലയെറിഞ്ഞു നേടിയ മൂല്യമുള്ള മണ്ണിലായി. നിലമറിഞ്ഞു വിത്തിറക്കി നൂറുമേനി കൊയ്തവർ, ഈ മണ്ണ് ഞങ്ങളുടെ മാത്രമാ. അറബി നിയമമൊന്നും ഈ മണ്ണിൽ വേരിറക്കില്ല, അറബി നിയമമൊന്നും ഈ മണ്ണിൽ വേരിറക്കില്ല. സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും, സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും. മരണമല്ല ജീവനായി ഉണരണം മമ സഹചരെ, കാലമെത്ര ഉണ്ടുറങ്ങി ഞങ്ങളീ മണ്ണിലായി. മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ, മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ. അറബി നാട്ടിലെ നിയമം ഇന്നി മണ്ണിലെന്തിനാ, അറബി നാട്ടിലെ നിയമം ഇന്നി മണ്ണിലെന്തിനാ. ജനാധിപത്യ ഇന്ത്യയിൽ ധനാധിപത്യ കോമരം, നെഹ്റുവിന്റെ നീർക്കോലി രാജവെമ്പാലയായി. കളിച്ചു നാടു നേടുവാൻ കുളിച്ചൊരുങ്ങി വന്നതോ, കളിച്ചു നാടു നേടുവാൻ കുളിച്ചൊരുങ്ങി വന്നതോ. സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും, സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും. മരണമല്ല ജീവനായി ഉണരണം മമ സഹചരെ, കാലമെത്ര ഉണ്ടുറങ്ങി ഞങ്ങളീ മണ്ണിലായി. മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ, മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമും സ്വസ്ഥമായുറങ്ങൂ നീ, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമും സ്വസ്ഥമായുറങ്ങൂ നീ. മണ്ണു നിങ്ങൾ ചോര കൊണ്ട് വഖഫായി ചേർക്കുമോ, ഈ മണ്ണ് ഞങ്ങളുടെ മാത്രമാ. അറബി നിയമമൊന്നും ഈ മണ്ണിൽ വേരിറക്കില്ല, അറബി നിയമമൊന്നും ഈ മണ്ണിൽ വേരിറക്കില്ല. സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും, സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും. മരണമല്ല ജീവനായി ഉണരണം മമ സഹചരെ, കാലമെത്ര ഉണ്ടുറങ്ങി ഞങ്ങളീ മണ്ണിലായി. മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ, മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ. കടലിരമ്പും നെഞ്ചിരമ്പും മുനമ്പം എന്ന മണ്ണിലിന്ന്, കടലിരമ്പും നെഞ്ചിരമ്പും മുനമ്പം എന്ന മണ്ണിലിന്ന്. ചിരി പോയി കളി പോയി ഭീതി മാത്രം ചാകര, ഊണിൽ ഉറക്കമില്ല സമരമാണ് നിത്യവും. കടലിന്റെ കവിതയില്ല കരയിന്റെ പാട്ടുമില്ല, കടലിന്റെ കവിതയില്ല കരയിന്റെ പാട്ടുമില്ല. സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും, സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും. മരണമല്ല ജീവനായി ഉണരണം മമ സഹചരെ, കാലമെത്ര ഉണ്ടുറങ്ങി ഞങ്ങളീ മണ്ണിലായി. മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ, മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവർ. കനിവിന്റെ നിയമമില്ല കനിയുന്ന ഭരണമില്ല, കനിവിന്റെ നിയമമില്ല കനിയുന്ന ഭരണമില്ല. കാവലായി നിന്നവർ കാല
പാലുവാരി ഞങ്ങളെ. ഈ മണ്ണ് ഞങ്ങളുടെ ഞങ്ങളുടെ മാത്രമാ. അറബി നിയമമൊന്നും ഈ മണ്ണിൽ വേരിറക്കില്ല. അറബി നിയമമൊന്നും ഈ മണ്ണിൽ വേരിറക്കില്ല. അമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും. സമരഭൂമി രണഭൂമി വരണമോരോ ഇന്ത്യനും. മരണമല്ല ജീവനായി ഉണരണം മമ സഹചരെ. കാലമെത്ര ഉണ്ടുറങ്ങി ഞങ്ങളീ മണ്ണിലായി. മൺമറഞ്ഞ സോദര കടലറിഞ്ഞ മുക്കുവൻ. മൺമറഞ്ഞ അനീതി കൊണ്ട് നിറയുമ്പോൾ നേരുന്നറിയും അറിയും ഞങ്ങൾ. നേരുന്നറിയും അറിയും ഞങ്ങൾ. പോരാടുമെന്നോർത്തോളൂ. പോരാടുമെന്നോർത്തോളൂ. വരുവിൻ വരുവിൻ സോദരരെ, ഒന്നായി ചേരാൻ അണിചേരാം. ഫാദർ നമസ്കാരം. 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 ഫാദർ, ഇപ്പോൾ പ്രതിഷേധ ഒരു നിരാഹാര സമരം 34-ാം ദിവസമായിരിക്കുകയാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഏക പ്രതീക്ഷ? ഞങ്ങളുടെ പ്രതീക്ഷ 22-ാം തീയതി കേരള സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒരു പരിഹാരം ഉണ്ടാവണം. മാത്രമല്ല, അവിടെ കൊണ്ട് ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരു ഭരണഘടനാ പ്രശ്നമാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നിയമത്തിൻ്റെ പിൻബലത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമമായതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ തന്നെയാണ് അതിന് പരിഹാരവും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഈ ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയും അവിടെ അത് പാസ്സാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ പ്രതീക്ഷ. താൽക്കാലികമായ ചില ശമനങ്ങളൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അതൊരു ശാശ്വത പരിഹാരമാവാൻ സാധ്യതയില്ല. കാരണം ഇത് നിയമപ്രശ്നമാണ്. നിയമം ഭേദഗതി ചെയ്യേണ്ടത് പാർലമെൻറ്റാണ്. അതുകൊണ്ട് പാർലമെൻറ്റിലെ ഭേദഗതിയിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ കേരളത്തിലെ നിരവധി സംഘടനകൾ, ഒരുപാട് സംഘടനകൾ പല രീതിയിലുള്ള പല വിഷയങ്ങളിലും പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ഈ ഒരു കരി നിയമത്തിനെതിരെ ഈ പ്രതികരിച്ച് മുന്നോട്ട് വരുന്നില്ല. അത് BJPയും അതോടൊപ്പം തന്നെ SNDP അടക്കമുള്ള ചില സംഘടനകളൊക്കെയാണ് വരുന്നത്. പക്ഷെ മറ്റുള്ള ആരും വരുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? അങ്ങനെ അല്ല, എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇസ്ലാം സംഘടനകളും ഇസ്ലാം വ്യക്തികളും ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ട്, വക്കീലുമാർ സംസാരിക്കുന്ന എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കേരളത്തിൻ്റെ പൊതുമനസാക്ഷി മുനമ്പത്തോടൊപ്പം തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. എന്നാൽ കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും താങ്കൾ പറഞ്ഞ പോലുള്ള ചാനലുകൾ വരുന്നുണ്ട്. ജനം TVയും News 18 ഒക്കെയാണ് അത് ഗൗരവമായി ആദ്യമായിട്ടെടുക്കുന്നത്. മറുനാടൻ മലയാളി, അങ്ങനെ എല്ലാവരും അത്തരത്തിൽ ഇതിനകത്ത് പ്രതികരണവുമായി മുന്നോട്ട് വരുന്നുണ്ട്. അത് വലിയൊരു പ്രതീക്ഷയാണ്. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹം മുനമ്പത്തോടൊപ്പം തന്നെയാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ കണ്ടൊരു നാടാണ് നമ്മുടെ കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച ഒരു സംഘടനകളും ഈ ഒരു വിഷയത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല. കാരണം എന്തായിരിക്കും? അത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഈ മുനമ്പം പ്രശ്നം ഒരിക്കലും ഒരു വർഗീയ പ്രശ്നമല്ല, അതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ജനതയുടെ പ്രശ്നമാണ്. അപ്പം എല്ലാ സംഘടനകളും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുസ്ലിം സംഘടനകൾ തന്നെ മുനമ്പത്തെ പ്രശ്നത്തിൽ പങ്കെടുത്ത് ഇതിന് അനുഭവം പ്രകടിപ്പിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു താല്പര്യം. അല്ലാതെ ഇതൊരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ അപരത്വം സൃഷ്ടിച്ച് മാറി നിൽക്കേണ്ടതല്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. എല്ലാവരും ഈ പ്രശ്നം ഏറ്റെടുത്ത് മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ്.